ഹായ് ഗായ്സ്. ആര്യൻ്റെ ഫാമിലി വന്നു, ഗിസേലിൻ്റെ ഫാമിലിയും വന്നു. ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ക്ലബ് ചെയ്ത് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗിസേലിൻ്റെ അമ്മ വന്നു. ടാസ്ക് കുറച്ച് നല്ല ടഫ് തന്നെയായിരുന്നു, പക്ഷെ എന്നാലും ഗിസേൽ അത് ചെയ്തിട്ട് അമ്മ വന്നു. അമ്മ അപ്പം വന്നപ്പോൾ തന്നെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ അമ്മ മൈൻഡ് പോലും ചെയ്തില്ല. അനുവിനെയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത്. അപ്പോൾ ഗിസേൽ ചോദിക്കുന്നുണ്ട് എന്താണ് മൈൻഡ് ചെയ്യാതെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ പൊതുവേ നമ്മൾ ഇഷ്ടമില്ലാത്തവരെ അവോയ്ഡ് ചെയ്തിട്ട് അത് പബ്ലിക്കലി ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് തിരക്കായപ്പോൾ, അല്ലെങ്കിൽ അയാൾ തിരക്കായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി മിണ്ടാൻ പറ്റിയില്ല, അങ്ങനെ ചില തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറയുമല്ലോ. അതേപോലെ തന്നെയാണ് ഗിസേലിൻ്റെ അമ്മയോടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, പുറത്ത് എന്തായാലും ആ ഒരു റോങ് ടോക്ക് പോകുന്നതിനെ അമ്മ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനുമോളിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇവരൊരു ട്വിസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അനുമോളാണ് ആര്യനെയും ഗിസേലിന്റെയും പുതപ്പിനിടയിൽ ഇഷ്യൂ പറഞ്ഞത്. അപ്പോൾ സ്വന്തം മോള് ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ, സ്വന്തം മോളിനെ പറ്റി കുറ്റം പറയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും സ്വന്തം അമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കില്ല, അല്ലെ? അപ്പോൾ അവിടെ എന്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അല്ലാതെ ഗിസേലിന്റെ അമ്മ ഒരിക്കലും ആര്യനെ അവോയ്ഡ് ചെയ്തിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കില്ല. അപ്പോൾ അവിടെ സംതിങ് ഫിഷി. നന്നായിട്ട് ഗെയിം കളിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവോയ്ഡിങ് ഗിസേലിനെ എന്തായാലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഗിസേൽ 2 പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫാമിലി വീക്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയത്, ആര്യന്റെ അമ്മ വന്നിട്ട് ഈ 2 പൂമ്പാറ്റകൾ ഞാൻ ദത്തെടുക്കണം എന്നുള്ള രീതിയിലൊരു സംഭവം വന്നു. കാരണം ഫാമിലി വീക്ക് വന്നിട്ട് അവര് അതിലേയും ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ കടിച്ചു പിടിച്ചിട്ടാണ് നിന്നിരുന്നത്. അപ്പം എനിക്കൊരു പെൺകുട്ടികളില്ല, അപ്പൊ ഞാൻ നിങ്ങളെ ദത്തെടുക്കണം, വീട്ടിലോട്ട് വരണമെന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. കാരണം മറ്റു പാരന്റ്സ് ഒക്കെ വന്നിട്ടും നോർമലി എല്ലാവരോടും സംസാരിക്കാന്നുള്ളത് ഇവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആര്യന്റെ അമ്മ അത് ചെയ്തത് വളരെ നല്ലൊരു മൊമെന്റ് ആയി. അപ്പം ഇവിടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകളുടെ പാരന്റ്സിന്റെ ഹാൻഡ്ലിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഗിസേലിന്റെ അമ്മ സീസൺ 5 ഇതേപോലെ ഒരു ആള് വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു, ആ പരിപാടി ഒന്നും വേണ്ട എന്നുള്ളത്. ഏത് ആ ഒരു ക്ലോസ് അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് സീസൺ 5 ഒരു കണ്ടസ്റ്റന്റ് അമ്മ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആരാത് നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആസ് ഓഫ് നൗ വിശേഷങ്ങൾ ഇപ്പം ബിബിയിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പാരന്റ്സ് ഫാമിലി വീക്കിൽ അത്യാവശ്യം പാരന്റ്സ് വന്നിട്ട് ഹിന്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഇതാണ്, സദാചാരം അത് ഇത്. കാരണം അപ്പൊ ലാലേട്ടൻ നുണ പറഞ്ഞത് നമ്മൾ എന്തോ ഏതോ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കാരണം അനു അങ്ങനെ പറഞ്ഞത് നുണയാണെങ്കിൽ ഒരിക്കലും സ്വന്തം മോളെ പറ്റി അനാവശ്യം പറഞ്ഞ ഒരു അമ്മ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഇത് ആര്യനെ മൈൻഡേ ചെയ്യണില്ല, ആര്യനെ ഫുള്ളി ഇഗ്നോർ ചെയ്ത് ഗിസേലിന്റെ അമ്മ.